എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്നതിനെക്കുറിച്ച് ഒന്നൊരു വീഡിയോ നോക്കിയാലോ? എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. നമ്മുടെ വാഷിംഗ് മെഷീൻ തുണിയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരുപാട് അഴുക്കുകൾ ഇതിന് അടി ഉണ്ടായിരിക്കും, നമ്മളത് കാണത്തില്ല. അതുപോലെ അവിടെ മാത്രമല്ല, ഈ ഭാഗത്ത് നോക്കിയാൽ അഴുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് അഴുക്കുകൾ നമ്മൾ കളഞ്ഞിട്ടാന്നുണ്ട് തുണിക്ക് പറ്റിപ്പിടിച്ച് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് ഈ ക്ലിപ്പ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആരെയും ടെക്നീഷ്യന്മാരൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നോക്കി, ഇതിനകത്ത് കുറച്ച് അഴുക്കേ ഉള്ളൂ. നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ അഴുക്കൊക്കെ ഉണ്ടാകും. ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കിയാൽ മതി. ഇനി അത് തുറന്നിട്ടാണ് വൃത്തിയാക്കേണ്ടത്. ഈ ഭാഗം നോക്കി, ഇവിടെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഒരു സ്ക്രൂ ഡ്രൈവറോ എല്ലാം ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ നമ്മൾ തുറന്ന് വരും. ഈ അടപ്പ് തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ അടപ്പിൽ തന്നെ നോക്കിയാൽ ചെറിയൊരു അഴുക്കൊക്കെ കാണാം. ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്, നടുക്കായിട്ട് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ പതുക്കെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആദ്യം അത് അഴിച്ചെടുക്കണം. വലിയ പിടുത്തമൊന്നും വേണ്ട, പതുക്കെ പിടിച്ചാൽ മതി. പതുക്കെ പിടിച്ച് അതങ്ങ് സ്ക്രൂ ഊരി വരുന്നതായിരിക്കും. ഊരി നമ്മളിങ്ങനെ എടുക്കാതെ സ്ക്രൂ ഊരി എടുക്കണം. ആ സ്ക്രൂ ഊരി വരുന്നുണ്ട്. പതുക്കെ സ്ക്രൂ ഇങ്ങനെ അഴിച്ച് എടുക്കുക. സ്ക്രൂവിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അഴുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളത് ഈ ഒരു ഭാഗമാണ് നമുക്ക് വൃത്തിയാക്കാനുള്ളത്. ഇവിടെ നമ്മൾ പിടിച്ച് വലിക്കുകയും ചെയ്യരുത്, ഒന്നും ഇട്ട് കുത്തി ഇളക്കാനും നോക്കരുത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ പൈപ്പില്ലേ, വെള്ളം വരുന്ന പൈപ്പ്, ആ പൈപ്പ് ഒന്ന് തുറന്നിട്ടേക്കുക. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പൈപ്പ് തുറന്നിട്ടുണ്ട്. പൈപ്പ് തുറന്ന് ആ ഒരു ഭാഗം മുങ്ങത്തക്ക രീതിയിൽ നന്നായിട്ട് വെള്ളം നിൽക്കട്ടെ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആരും കൈ കൊണ്ട് പിടിച്ച് പൊക്കുകയും ചെയ്യല്ലേ. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിയല്ല. ഇതാ നോക്കിക്കേ, ആ വെള്ളം അവിടെ നിറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാ പൊങ്ങി വന്നാണ്ടോ, വളരെ നൈസായിട്ട് പൊങ്ങി വന്നാണ്ടോ. ഒന്നും ചെയ്തില്ല, വെള്ളം നിറയ്ക്കുക മാത്രം. ചെറുതാ നോക്കിക്കേ, കണ്ടോ, പൊക്കി എടുക്കുകയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അഴുക്ക് കാണാം. ചെറിയ അഴുക്ക് വിളയാൻ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് കാണാൻ ഒരുപാട് ഇതിനെക്കാട്ടിലും അഴുക്ക് കാണും. ഇതാ നോക്കി, കണ്ടോ, ഈ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വാഷിംഗ് മെഷീൻ ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. നോക്കി, അഴുക്കുണ്ടോ, ഇതാ ഹോളിലെല്ലാം അഴുക്കുണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്